നിങ്ങളെല്ലാവരും, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും, അത് കുട്ടികളാണെങ്കിൽ, രക്ഷിതാക്കളാണെങ്കിൽ, അധ്യാപകരാണെങ്കിൽ, ഇവിടെയുള്ള നാട്ടുകാരാണെങ്കിൽ, ഇങ്ങോട്ട് വന്നത് എന്തിനാ? ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ടല്ലേ? ആണോ? തിരൂരങ്ങാടിക്കാരെ കുറിച്ച് ഞാൻ ഇങ്ങനെ അല്ല കേട്ടോ കരുതിയത്. നന്നായിട്ട് മറുപടി പറയുന്ന, റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരാ തിരൂരങ്ങാടിക്കാര്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എൻ്റെ മണ്ഡലത്തിന് പുറത്തൊരു പരിപാടിക്ക് പങ്കെടുക്കുന്നത്. വെരി ജെന്യൂൻലി സ്പീക്കിംഗ്, ആദ്യമായിട്ട്. ഞാൻ കോഴിക്കോട് പോലും ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് മറ്റൊരു മണ്ഡലത്തിലെ പരിപാടിക്ക് പങ്കെടുക്കുന്നത്. അതും തിരൂരങ്ങാടി ആയതുകൊണ്ട്, നിങ്ങളെ MLA വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ എൻ്റെ എക്സ്പെക്ടേഷൻ എന്താ? നിങ്ങളൊക്കെ ഞാൻ കണ്ട് കേട്ട് അനുഭവിച്ച് പഠിച്ച് എൻ്റെ ലൈഫിന് പോലും മോട്ടിവേറ്റ് ചെയ്യുന്ന തിരൂരങ്ങാടിക്കാരുടെ ഇടയിലേക്കാണ് ഞാൻ വന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ശരിയാവോ? അല്ലെ, എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരാ നിങ്ങൾ ചെറിയ ആൾക്കാരല്ല. തിരൂരങ്ങാടി is a place where you motivate each one of you, each one among us. ഞങ്ങളെ എല്ലാവരെയും ഇന്ന് ഒരു MLA ആയി കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഏത് വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചോളൂ, they will definitely have an inspirational story from this constituency. എല്ലാവർക്കും ഒരു ചെറിയ കഥയെങ്കിലും ഈ മണ്ഡലത്തിൽ നിന്ന് അവരുടെ ലൈഫിലേക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് ഉണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മണ്ഡലത്തിന് പുറത്ത് ഒരു പരിപാടിക്ക് വരുമ്പം അത് തിരൂരങ്ങാടിയിലേക്ക് വരിക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെ ഒരു സന്തോഷകരമായിട്ട് സെലിബ്രേഷൻ നടക്കുന്ന ഈ ഒരു ഇത്രയും ആളുകൾ നിറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാവരും, ഇവിടെയുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞു മുതൽ ഏറ്റവും മുതിർന്ന കാരണവന്മാരായിട്ടുള്ള ലീഡറായിട്ടുള്ള ആള് പോലും ഞങ്ങളെ ഓരോരുത്തരെയും ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ലീഡർഷിപ്പിനെ കുറിച്ച് പൊതുവെ നമുക്കൊക്കെ ഒരു തെറ്റായ ധാരണയുണ്ട്. എന്താണെന്നറിയോ? ഒന്നെങ്കിൽ MLAയോ MP യോ അല്ലെങ്കിൽ പാർട്ടിയിലൊക്കെ വലിയ സ്ഥാനമുള്ള ആളുകളാണ് ലീഡേഴ്സ് എന്ന്. റോങ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. സ്വന്തമായിട്ടൊരു ചെറിയ കുട്ടിയിൽ വരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകും. ചെറിയ കുഞ്ഞിൽ വരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകും. ഒരു കൂട്ടത്തിലിരുന്ന് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ഒരു പക്ഷെ നിങ്ങൾ അറിയണമെന്നില്ല, സിംബോളിക്കലി നിങ്ങൾ കാണണമെന്നില്ല. പക്ഷെ ആ കുഞ്ഞ് നിങ്ങളെ ലീഡർഷിപ്പിലേക്ക് നിങ്ങൾ അറിയാതെ നയിക്കുന്നുണ്ടാകും. അത് ഇൻഹറൻറ്റ് ക്വാളിറ്റിയാണ്. ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് യഥാർത്ഥത്തിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. തിരൂരങ്ങാടിയിലേക്ക് വരുമ്പം ഒരു മനുഷ്യന്റെ പേര് MK ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അനുസ്മരിക്കാതെ ഇത്തരത്തിലൊരു പരിപാടി നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു പെൺകുട്ടി, നിങ്ങളെപ്പോലെയുള്ള ഒത്തിരി ആളുകൾ ഒരുമിച്ചിരിക്കുന്ന വേദിയിൽ ആ മഹാനെ കുറിച്ച് നമ്മളല്ലാതെ ആരാണ് അനുസ്മരിക്കുക? ആരാണ് ഓർക്കുക? നമ്മൾ എല്ലാ കാലത്തും ഓർക്കേണ്ട, നമ്മൾക്ക് മുന്നിൽ നയിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇതേ രൂപത്തിൽ ഇരിക്കാനുള്ള സാഹചര്യം ഒരുക്കിയ ഒരു മനുഷ്യൻ. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരാളൊരു പുസ്തകം സമ്മാനിച്ചു. ആ പുസ്തകം MK ഹാജിയെ കുറിച്ചിട്ടുള്ള, അതിലൊരു വരി മാത്രം ഇങ്ങനെ ഓർക്കുകയാണ്. അതിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിലെഴുതിയത് ഇങ്ങനെയാ: ഞങ്ങൾ ഹയാത്തിലിരിക്കുന്നവരാണ്, ഞങ്ങളെ ദയവ് ചെയ്ത് ഖബറടുക്കരുത് എന്ന്. ബഹുമാന്യനായിട്ടുള്ള MK ഹാജിയുടെ ഒരു വാക്കുകളാണ്. അദ്ദേഹം ഇത് മമ്പാട് ഗവൺമെന്റ് കോളേജ് തുടങ്ങുന്ന ഒരു വേളയിൽ, അദ്ദേഹം വലിയ വിദ്യാഭ്യാസമൊന്നുള്ള ആളല്ല, വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അനാഥനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവേണ്ട മനുഷ്യൻ, 16-17 വയസ്സുകളിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് നാട് വിഴേണ്ട ഒരു മനുഷ്യൻ. അദ്ദേഹം സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു. ആ നേടിയെടുത്തതിൽ മതിമറന്ന് ജീവിക്കാതെ എല്ലാം ജനങ്ങൾക്ക് കൊടുത്തു.
എല്ലാം ജനങ്ങൾക്ക് കൊടുത്തു. സ്വന്തമായിട്ട് വിദ്യാഭ്യാസ യോഗ്യത എന്തുണ്ട് എന്ന് ചോദിക്കുമ്പം ആ യോഗ്യത പറയാൻ വേണ്ടി ഇവിടെ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാക്കി. ഈ നാട്ടിൽ ബി പോക്കർ സാഹിബിന്റെ പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുമ്പം അതിന് കൃത്യമായിട്ടുള്ള ദിശാബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ലീഡർ എന്ന് പറയുമ്പം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്നുള്ളത് അവൈലബിൾ ആയിട്ടുള്ള, തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് സമൂഹത്തിനെ പരിവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പം ഏറ്റവും വലിയ സംഭാവന നമ്മുടെ നാടിന്, ഈ നാട്ടിലുള്ള ഏറ്റവും അശരണരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് നൽകിയ, ജീവിതം സമർപ്പിച്ച മഹാന്റെ പേരാകും MK ഹാജി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സദസ്സിലുള്ള നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തെ പോലെയുള്ള ആളുകളോട് കടുപ്പെട്ടവരാണ്. ജീവിതത്തിൽ 1920കളിലൊക്കെ ഇങ്ങനെ പഠിക്കുക എന്ന് പറയുന്നതിനെ കുറിച്ച് സ്വപ്നം കാണാൻ പറ്റാത്ത, ഭാഷ പഠിക്കാൻ എന്ന് പറയുമ്പോൾ എന്താ, നന്നായി സംസാരിക്കാൻ കഴിയുക, എഴുതാൻ കഴിയുക, ചിന്തിക്കാൻ കഴിയുക, ഇതിനൊക്കെയുള്ള കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളതല്ലേ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത. ഒരാൾക്ക് വിദ്യാഭ്യാസം നൽകുകയാണ് എങ്കിൽ ആ വ്യക്തിയല്ല, അത് കഴിഞ്ഞിട്ടുള്ള ആളുകൾ, വരും തലമുറ കൂടി മെച്ചപ്പെടും എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. ഒരാൾക്ക് പണം കൊടുക്കുകയാണെങ്കിൽ അയാളെ വിശപ്പ് ആ ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ മാറ്റാൻ പറ്റും. ഒരാൾക്ക് തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് കുറച്ചു കാലം ഒക്കെ നന്നായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ ഒരാൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എവിടെയാണ് നിൽക്കുന്നത്? അത് ആ വ്യക്തിയിലോ ആ കുടുംബത്തിലോ അല്ല, അത് കഴിഞ്ഞു വരുന്ന ജനറേഷനിലേക്ക് അതെത്തും. ആ ചിന്തയാണ് മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാർ നമ്മൾക്ക് ഈ രൂപത്തിലുള്ള വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, ഇടപെടലുകൾ, അത് മലബാർ മേഖലയിൽ ഇത്രയും വലിയ രൂപത്തിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലേക്ക് വരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയത്. CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന നേതാവ്, അനിഷേധ്യനായിട്ടുള്ള നേതാവ്, കേരളത്തിൽ മാജിക് കാണിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒക്കെ എത്രയോ ആഗ്രഹിക്കുന്ന, ഒരു പക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾ വരാനുണ്ട്. നിങ്ങളെ പോലെയുള്ള ആളുകൾ, സമൂഹത്തിനെ തിരിച്ചറിയുന്ന ആളുകൾ, നാളെക്കുറിച്ച് സ്വപ്നം കാണുന്ന ആളുകൾ, നമ്മളുടെ ഇടയിൽ ഇനി എന്താണ് മാറ്റം ആവശ്യം എന്നുള്ളത് കൃത്യമായിട്ട് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, നിങ്ങളെ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പഠിക്കാൻ വേണ്ടി പറഞ്ഞപ്പം പുസ്തകത്തിലുള്ള പഠനത്തിനപ്പുറത്തേക്ക് ലോകത്തിനെ മുഴുവൻ കാണാനുള്ള കാഴ്ച നിങ്ങളുടെ കണ്ണുകളിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കേൾക്കുക എന്ന് പറഞ്ഞപ്പം നമ്മൾ കേൾക്കേണ്ടത് ഒരു ഭാഗത്ത് നിന്ന് മാത്രമല്ല, ലോകം മുഴുവനുള്ള ശബ്ദങ്ങൾ കേൾക്കണം. പാവപ്പെട്ടവന്റെ വേദന നിങ്ങൾ കേൾക്കണം. കേൾക്കാതെ വിട്ടുപോയ ഒരുപാട് മനുഷ്യരുണ്ട് ലോകത്ത്. അവരെ കൂടി കേൾക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കേൾവി നമ്മൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ ആരും തടയുന്നില്ല. ഒരു പക്ഷേ പണ്ട് പറഞ്ഞിരുന്നു, അറിവുള്ള ഒരു പെൺകുട്ടി, അവള് യഥാർത്ഥത്തിൽ ഒരു വീട്ടിലേക്ക് വേണ്ടിയ ഒരു ആളല്ല എന്ന്. അതൊന്നാമത്തെ മുറിവായിരുന്നു. അത് മാറ്റിയിരിക്കുന്നു, കാലം മാറിയിരിക്കുന്നു. നിങ്ങളെല്ലാവരുമാണ് ഇനി ഭാവിയെ ഏത് രൂപത്തിലുള്ളതാണ് എന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഡിസൈനേഴ്സ് എന്നുള്ളത് നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. മാത്രമല്ല, പുതിയ കാലത്തേക്ക് വരുമ്പം ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. സമയപരിമിതി കൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ കയ്യിലും, ചെറിയ കുട്ടിയുടെ കയ്യിൽ വരെ മൊബൈൽ ഫോൺ ഉള്ള കാലമാണ്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഇതിലൊക്കെ റീൽസും ഷോർട്സും നിരന്തരമായി കാണുന്ന ആളുകളാണ് നമ്മൾ. ഒരു റീല് കാണുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് തോന്നുന്നത് എന്താ? യെസ്, അടുത്ത റീലും കൂടെ നമ്മൾ കാണണമെന്ന്, അല്ലേ? ഇങ്ങനെ റീലുകൾ കണ്ട് നമ്മളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ നമ്മൾ കളഞ്ഞു പോകുന്നുണ്ട്, നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു പ്രതിഭാസം, ഞാൻ മനസ്സിലാക്കുന്ന ഒരു ചെറിയൊരു മാറ്റം, നമ്മൾ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുതുന്നത് ചെറിയ സിനോപ്സിസ് മതി നമുക്ക് പഠിക്കാൻ.
ചെറിയ ക്യാപ്സ്യൂൾസ് മതി നമ്മൾക്ക് ജീവിക്കാൻ എന്നുള്ളതാ. പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയിട്ട് മാറിയാൽ മതി, അല്ലെങ്കിൽ ഒരു വ്ളോഗേഴ്സായി മാറിയാൽ മതി. ബ്ലോഗേഴ്സായി മാറിയാൽ മതി. ലൈഫ് ഈസിയാണ്. പഠനത്തിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള ചിന്ത നമ്മളിൽ പലരിലും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ഒരു ഭയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് നമുക്ക് വിളിക്കാം. ചെറിയ റീല് കാണുമ്പം ഹാപ്പി ആവുന്നു നമ്മൾ, അല്ലേ? ഹാപ്പി ആവുന്നു. ആ ഹാപ്പി മൂഡ്, നമ്മളുടെ ഉള്ളിൽ വരുന്ന ആ ഹോർമോൺ റിലീസ് ഉണ്ട്, ഡോപ്പമൈൻ റിലീസ് ഉണ്ട്. ആ റിലീസ് കുറച്ച് സമയത്തേക്ക് നമ്മളുടെ ഒപ്പം ഉണ്ടാവും. റീല് കണ്ടാൽ കിട്ടുന്ന ഹാപ്പിനെസ് ഒന്നും ഒരു പക്ഷേ നമുക്ക് നല്ല ഒരു ക്ലാസ് കേട്ടാൽ കിട്ടില്ല. കുട്ടിയോട് ടീച്ചറുടെ ക്ലാസ് ആണോ ഇഷ്ടം, റീല് കാണുന്നതാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ കുട്ടി എപ്പോഴും പറയും എന്താ, റീല് കാണുന്നതാണെന്നാ. ഈ നമ്മളുടെ സ്റ്റഡി ടൈം, നമുക്ക് ചിന്തിക്കാനുള്ള, അറ്റൻഷൻ കൊടുക്കാനുള്ള നമ്മളുടെ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി ആയിട്ട് വരേണ്ട കാര്യങ്ങളെ ഇങ്ങനെ നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെട്ടാനുള്ള ഒരു റിട്ടേൺ ബാക്ക് വേണം. നമുക്കൊന്ന് തിരിച്ചു വരണം. തിരിച്ചു വന്ന് നമ്മളുടെ ക്വാളിറ്റീസിനെ നിലനിർത്താൻ നമുക്ക് പറ്റണം. ഓൾവേസ് ഡോപ്പമൈൻ റിലീസാണ് ലൈഫിൽ വേണ്ടത് എന്നുള്ളത് റോങ് ആണ്. അത് നമുക്ക് അവസാനം ആത്യന്തികമായിട്ട് നഷ്ടം മാത്രമേ തരുള്ളൂ. ദി എൻഡ് എന്താണ് എന്ന് ചോദിക്കുമ്പം നമുക്കൊന്നും ഉണ്ടാവില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓൾവേസ് നിങ്ങളുടെ സ്ട്രോങ് ഫുട് ഹോൾഡ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അത് എല്ലാ കാലത്തും നിങ്ങളെ സപ്പോർട്ടീവ് ഫാക്ടറായിട്ട് പ്രവർത്തിക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാവട്ടെ മറ്റുള്ള കാര്യങ്ങൾ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതിനപ്പുറത്തേക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി ഉള്ള പുതിയ തലമുറയാണ് മുന്നിലുള്ളത്. നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പം എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്നുള്ളതിന് ഒന്നാമത്തെയും ഏറ്റവും അവസാനത്തെയുമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കുക. അത് കഴിഞ്ഞ് മതി പിന്നീടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പിറകിൽ പോയ ആളുകളൊക്കെ എവിടെയെങ്കിലും ചെറിയ നിസാര കാര്യങ്ങൾ വരുമ്പോൾ തോറ്റുപോകും. ആത്മഹത്യ ചെയ്യാൻ തോന്നും. അവർക്ക് ദുർബലരാണ് എന്നുള്ള തോന്നൽ വരും. മാനസികമായിട്ട് തനിക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ വരും. ലോകത്തിനെ കാണാതെ സ്ക്രീൻ വേൾഡിലേക്ക് ചുരുങ്ങുന്നതിൻ്റെ കാരണമാണ് ഇതൊക്കെ എന്നുള്ളത് പ്രിയപ്പെട്ടവർ കുട്ടികൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഈ തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിൽ ഫുൾ A+ നേടിയിട്ടുള്ളവരും A+ നേടാൻ ഒരുപാട് പ്രയത്നിച്ച ആളുകളും ഈ സദസ്സിലുണ്ട്. നിങ്ങളെ എല്ലാവരെയും ബഹുമാനപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ A+കളല്ല യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു സ്റ്റഡി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കട്ടെ. അതിനർത്ഥം നിങ്ങൾ മോശക്കാരാണ് എന്നുള്ളതല്ല. നല്ല ആറ്റിറ്റ്യൂഡുള്ള, അതിനോടൊപ്പം സ്കില്ലുള്ള, അതിനോടൊപ്പം ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് ലോകത്തെ വിജയികൾ എന്ന് പ്രഖ്യാപിച്ചത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനമാണ്. ആ പഠനം നിങ്ങൾ ഓർക്കുക. കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് 100% ജീവിതം വിജയിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അതിനോടൊപ്പം മറ്റുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ആഡ് ചെയ്യണം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. പിന്നെ എൻ്റെ ലൈഫിൽ ഒരു ചെറിയ കാര്യം, എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടി പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഡ്രീം എന്ന് പറയും. സ്വപ്നം കാണും എന്ന് പറയും. ഈ ഡ്രീമിനെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ മറ്റൊരു വാക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കാനുള്ള ഒരു കുഞ്ഞു ഗിഫ്റ്റ്. അതെന്താ അറിയോ? ഡ്രീം ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും വേണം. ഡു മാനിഫെസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ ആരാവണം, എന്താവണം, എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് പകൽക്കിനാവ് കാണുക എന്നുള്ളത്. ആ പകൽക്കിനാവ് കാണാനുള്ള ശ്രമം കൂടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ, തിരൂരങ്ങാടിയിലേക്ക് വരാൻ സാധിച്ചതിൽ, ബഹുമാനപ്പെട്ട MLA-യുടെ ഈ ഏറ്റവും വലിയ സമ്പത്തായിട്ടുള്ള ഈ കുട്ടികളുടെ മുമ്പിൽ സംസാരിക്കാൻ സാധിച്ചതിലൊക്കെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.